हाय मेरे प्यारे बच्चों, सबको आदाब। 10ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാളത്തെ നമ്മുടെ മോഡൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? देखिए, ദർഹത്ത് കാ സായ എന്നുള്ള കഹാനി എന്നുള്ള ചോദ്യമാണ്. ദർഹത്ത് കാ സായ ഏക് ദിൽകഷ് കഹാനി ഹെ. ദർഹത്ത് കാ സായ എന്നുള്ളത് ഒരു മനോഹരമായിട്ടുള്ള ദിൽകഷ് കഹാനി ഹെ, ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥയാകുന്നു. इसमें फितरत की खूबसूरती, इसमें ഇതിൽ ഫിത്രത്ത് की खूबसूरती, പ്രകൃതിയുടെ खूबसूरती ഭംഗി, और ഹരിയാലി പച്ചപ്പ്, खूब ബയാൻ കിയാ ഹെ മനോഹരമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ബയാൻ കിയാ ഹെ വിവരിച്ചിരിക്കുന്നു. നമ്മളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഇസ് കഹാനിക്ക് അഹം കിർദാർ കോൻ കോൻ ഹെ. ഇസ് കഹാനിക്ക് ഈ കഥയിലെ അഹം പ്രധാനപ്പെട്ട കിർദാർ കഥാപാത്രങ്ങൾ കോൻ കോൻ ഹെ ആരൊക്കെയാകുന്നു? കോൻ കോൻ ഹെ ആരൊക്കെയാണ്? देखिए, ജോസഫ് കഹാനിലെ മർക്കസി കിർദാറാണല്ലേ ജോസഫ്. അതുപോലെ ലഡ്കി, ഫറാസ് സാഹിബ്, അതുപോലെ ദാദി, ദാദ. देखिए, അവിടുന്ന് വരുന്ന മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, ആപ് കിസ് കിർദാർ കോ ജ്യാദാ പസന്ദ് കർത്തെ. നിങ്ങൾ ഏത് കഥാപാത്രത്തെയാണ് ജ്യാദ ഏറ്റവും കൂടുതൽ പസന്ദ് കർത്തേഹിം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ക്യൂം എന്തുകൊണ്ടാണ്? പസന്ദീദ കിർദാർ കി ഖുസൂസിയാത്ത് ബയാൻ കീജിയ. പസന്ദീദ ഇഷ്ടപ്പെട്ട കിർദാർ എന്നാൽ കഥാപാത്രത്തിൻ്റെ കിർദാർ കി ഖുസൂസിയാത്ത് ബയാൻ കീജിയെ, പ്രത്യേകതകൾ ബയാൻ കീജിയെ വിവരിച്ചാലും ഒരു കിർദാർക്ക് മതി. ഓക്കെ, നോക്കൂ, നമുക്ക് ജോസഫിനെ കുറിച്ച് കിർദാരി നോട്ട് തയ്യാറാക്കാൻ പഠിക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിൻ്റെ ചോദ്യമാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, ജോസഫ് കഹാനി ദർഹത്ത് കാ സായ കാ മർക്കസി കിർദാർ ഹെ. അല്ലേ, ജോസഫ് ആരാണ്? കഥ ദർഹത്ത് കാ സായ എന്ന കഥയിലെ മർക്കസി കിർദാർ ഹെ, കേന്ദ്ര കഥാപാത്രമാകുന്നു. വോ അദ്ദേഹം മേരാ പസന്ദീദ കിർദാർ ഹെ, അദ്ദേഹം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ പസന്ദീദ ഇഷ്ടപ്പെട്ട കിർദാർ ഹെ കഥാപാത്രമാകുന്നു. ക്യൂംകെ എന്തുകൊണ്ടെന്നാൽ, വോ ഏക് നേക് ദിൽ, അദ്ദേഹം ഒരു നന്മയുള്ള ദിൽ എന്ന മനസ്സ്, നന്മയുള്ള മനസ്സിന് ഉടമയുള്ള എന്താണ്, ഇൻസാൻ ഹെ മനുഷ്യനാകുന്നു. ക്യൂംകെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം? വോ ഏക് നേക് ദിൽ, ഒരു നന്മയുള്ള മനുഷ്യനാണ്. നേക് ദിൽ ഇൻസാൻ ഹെ, ഒരു നന്മയുള്ള മനുഷ്യനാണ്. വോ അപ്നെ ബച്പൻ, അദ്ദേഹം തൻ്റെ ബച്പൻ കുട്ടിക്കാലവും, അതുപോലെ ദാദ മുത്തശ്ശനെയും, ദാദി മുത്തശ്ശിയെയും, അതുപോലെ അവർ പുരാനെ ഘർ കെ ബാഗ്, തൻ്റെ പഴയ വീടിൻ്റെ പൂന്തോട്ടത്തിൻ്റെയൊക്കെ ഖുശ്ബൂ സെ ബഹുത്ത് മുഹബത്ത് കർത്താ ഹെ, ആ പൂന്തോട്ടവും അതിലെ സുഗന്ധങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ബഹുത്ത് മുഹബത്ത് കർത്താ ഹെ, അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്നു. അദ്ദേഹം വോ അപ്നെ ബച്പൻ തൻ്റെ കുട്ടിക്കാലവും, ദാദാ ദാദി തൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും, അതുപോലെ പുരാനെ ഘർ കെ ബാഗ് തൻ്റെ പഴയ വീട്ടിൻ്റെ പൂന്തോട്ടത്തിൻ്റെ ഖുശ്ബു സുഗന്ധം വരെ എന്ത് ചെയ്യുന്നു, ബഹുത്ത് മുഹബത്ത് കർത്താ ഹെ, അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്നു. വോ ലാലച്ചി ഇൻസാൻ നഹി ഹെ, അദ്ദേഹം ഒരു അത്യാഗ്രഹിയായിട്ടുള്ള ഒരു മനുഷ്യനല്ല. ലാലച്ചി ആയിട്ടുള്ള അത്യാഗ്രഹിയായിട്ടുള്ള ഒരു ഇൻസാൻ നഹി ഹെ, ഒരു മനുഷ്യനല്ല. ബൽക്കെ മറിച്ച് സ്കീ ജിന്ദഗി കി സബ്സെ ബഡി ദൗലത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗലത്ത്, സമ്പത്ത് എന്ന് പറയുന്നത് ഉസ്കി പുരാനി യാദേഹം, അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളാണ്. അദ്ദേഹത്തിൻ്റെ പുരാനി യാദേഹം, അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഇസ്ലിയെ ഇതുകൊണ്ട് തന്നെ ജോസഫ് മേരാ പസന്ദീദ കിർദാർ ബൻ ഗയ, അതുകൊണ്ട് ജോസഫിൻ്റെ ഏറ്റവും മേരാ പസന്ദീദ ഇഷ്ടപ്പെട്ട കിർദാർ കഥാപാത്രമായിട്ട് ബൻ ഗയ മാറി. ഒന്നുകൂടി ഒന്ന് ദേഖിയേ ബച്ചോ, ജോസഫ് കഹാനി ദർഹത്ത് കാ സായ കാ മർക്കസി കിർദാർ ഹെ. ജോസഫ് കഹാനി കഥ ദർഹത്ത് കാ സായ എന്നതിലെ മർക്കസി കിർദാർ ഹെ, കേന്ദ്ര കഥാപാത്രമാകുന്നു. വോ മേരാ പസന്ദീദ കിർദാർ ഹെ, അദ്ദേഹം എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാകുന്നു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഖുസൂസിയാത്ത് നമ്മൾ വിവരിക്കണം. ഖുസൂസിയാത്ത് ബയാൻ കീജി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിവരിക്കാൻ പറയുന്നുണ്ട്.
देखिए क्यों के എന്തുകൊണ്ടെന്നാൽ वो एक नेक दिल इंसान है, അദ്ദേഹം ഒരു നന്മയുള്ള മനുഷ്യനാകുന്നു. वो अपने बचपन, അദ്ദേഹം തൻ്റെ കുട്ടിക്കാലവും ദാദാ മുത്തശ്ശനെയും ദാദി മുത്തശ്ശിയെയും അതുപോലെ और पुराने घर के बाग, തൻ്റെ പഴയ വീടിൻ്റെ ആ പൂന്തോട്ടത്തിൻ്റെയൊക്കെ ഖുശ്ബൂ, സുഗന്ധം വരെ എന്ത് ചെയ്യുന്നു, ബഹുത്ത് മുഹബത്ത് കർത്താ ഹേ, വളരെയധികം ഇഷ്ടം വെക്കുന്നു. ഓ ലാലച്ചി ഇൻസാൻ ഹി ഹേ, അദ്ദേഹം ഒരു അത്യാഗ്രഹിയായിട്ടുള്ള ഒരു മനുഷ്യനല്ല. ബൽക്കെ മറിച്ച് ഉസ്കി ജിന്ദഗിക്ക് സബ്സെ ബഡി ദൗലത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗലത്ത്, സമ്പത്ത് എന്നത് ഉസ്കി പുരാനി യാദേഹിം, അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇസ്ലിയെ, ഇതുകൊണ്ട് തന്നെ ജോസഫ് മേരാ പസന്ദീദ കിർദാർ ബൻ ഗയാ, ജോസഫിൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായിട്ട് മാറി. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ മക്കളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.